നമസ്കാരം. വലിയ ഫാക്ടറികളോ വ്യവസായശാലകളോ ഒന്നുമില്ലാതെ ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് സാമ്പത്തികമായി മുന്നേറാൻ കഴിയുന്നത്? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ ആ ഒരു സവിശേഷമായ സാമ്പത്തിക കഥയാണ്. അതെ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ശക്തമായൊരു വ്യാവസായിക അടിത്തറയില്ലാതെ ഒരിടം എങ്ങനെയാണ് സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്നത്? ശരിക്കും ഇതൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം തന്നെയാണല്ലേ? ശരി, നമുക്കിതിന്റെ ഉത്തരമൊന്ന് തേടിപ്പോകാം. ആ ഉത്തരത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം. മാനവ വികസന സൂചികയുടെ കാര്യത്തിൽ, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ, ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിൽ കേരളം എപ്പോഴും ഒന്നാം സ്ഥാനത്താണ്. അപ്പോ സാക്ഷരത, ആരോഗ്യം, ഇതിലൊക്കെ നമ്മൾ മുൻപന്തിയിലാണ്. പക്ഷേ ഇവിടെയാണ് ആ ഒരു വിരോധാഭാസം വരുന്നത്. ഒരു വശത്ത് ഇത്രയും മികച്ച സാമൂഹിക നേട്ടങ്ങൾ, എന്നാൽ മറുവശത്ത് നോക്കിയാലോ വ്യാവസായിക മേഖല ഏതാണ്ട് നിശ്ചലമാണ്. അപ്പോൾ ഈ ഒരു സമസ്യ അത് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യ ഭാഗം ഇതാണ്: കേരളത്തിന്റെ വിരോധാഭാസം. എന്താണ് ഈ സാമ്പത്തിക പസിൽ എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയേറിയ സംസ്ഥാനങ്ങളിൽ ഒന്നുമാണിത്. ഇത്രയും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ ചെറിയ സംസ്ഥാനം രാജ്യത്തെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സാമ്പത്തിക വഴിയാണ് തെരഞ്ഞെടുത്തത്. രണ്ടാമത്തെ ഭാഗം പരിഷ്കാരങ്ങളുടെ അടിത്തറ. ഈ കാണുന്ന മാറ്റങ്ങൾക്ക് പിന്നിലുള്ള ചരിത്രപരമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മാറ്റം, അതായത് കേരളത്തിന്റെ ഈ ഒരു സാമ്പത്തിക പരിവർത്തനം, ശരിക്കും പറഞ്ഞാൽ പതിറ്റാണ്ടുകളെടുത്ത ഒരു പ്രക്രിയയാണ്. നോക്കൂ, 1950കളിൽ കേരളം പ്രധാനമായും ഒരു കാർഷിക സമ്പദ്വ്യവസ്ഥയായിരുന്നു. എന്നാൽ 70കളായപ്പോഴേക്കും കാര്യങ്ങൾ മാറിത്തുടങ്ങി. ഭൂപരിഷ്കരണം വന്നു, ഒപ്പം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റവും തുടങ്ങി. അതൊരു വലിയ വഴിതിരിവായിരുന്നു. പിന്നെ 90കളോടെ സേവനമേഖലയുടെ ഒരു വൻ കുതിച്ചുചാട്ടമാണ് നമ്മൾ കണ്ടത്. അതോടെ കേരളത്തിന്റെ സാമ്പത്തിക ചിത്രം മൊത്തത്തിൽ മാറിമറിഞ്ഞു. ഈ മാറ്റം ഏറ്റവും പ്രകടമായി കണ്ടത് കൃഷിയിലായിരുന്നു. പണ്ട് ഉപജീവനത്തിനായി നെല്ലും കപ്പയുമൊക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥാനത്ത് ആളുകൾ വരുമാനം ലക്ഷ്യമിട്ട് റബ്ബർ, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ പോലുള്ള നാണ്യവിളകളിലേക്ക് തിരിഞ്ഞു. ശരി, ഇനി നമ്മൾ കാര്യത്തിന്റെ കാതലിലേക്ക് വരികയാണ്. കേരളത്തിന്റെ ഇന്നത്തെ ഈയൊരു സമ്പദ്വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് പ്രധാനപ്പെട്ട എഞ്ചിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ എഞ്ചിൻ: സേവനമേഖല. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ഏതാണ്ട് 64% വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്. വ്യാവസായിക മേഖലയും കാർഷിക മേഖലയുമൊക്കെ ഇതിനെത്രയോ പിന്നിലാണെന്ന് ഈ കണക്കുകൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണല്ലോ. അപ്പോ ഈ സേവനമേഖല വലുതാണെന്ന് മാത്രമല്ല, നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന, ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ്. ഇതിന്റെ പ്രകടനം ശരിക്കും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ രണ്ട് ശക്തമായ എഞ്ചിനുകൾ? ഒന്ന്, നമ്മളിപ്പോൾ കണ്ട സേവനമേഖല. ടൂറിസം, IT, വിദ്യാഭ്യാസം, ആരോഗ്യം ഒക്കെയാണ് ഇതിനെ നയിക്കുന്നത്. രണ്ടാമത്തെ എഞ്ചിനാണ് ആഗോള പണമയക്കൽ, അതായത് റെമിറ്റൻസസ്. വിദേശ മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നുള്ളവർ, നാട്ടിലേക്ക് അയക്കുന്ന കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിരതയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്ത ഭാഗം വിജയം എങ്ങനെ അളക്കുന്നു. ഈ പറയുന്ന മോഡൽ യഥാർത്ഥത്തിൽ എത്രത്തോളം വിജയകരമാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വിജയം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടൂളാണ് GSDP, അഥവാ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു സംസ്ഥാനത്തിന്റെ ഒരു വർഷത്തെ സാമ്പത്തിക പ്രകടനം കാണിക്കുന്ന ഒരു റിപ്പോർട്ട് കാർഡ് പോലെയാണിത്. അപ്പോൾ കേരളത്തിന്റെ റിപ്പോർട്ട് കാർഡ് എങ്ങനെയിരിക്കുന്നു? വളരെ മികച്ചതാണ് എന്ന് തന്നെ പറയാം. 2022-23 കാലയളവിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച 6.5%. ഇത് വളരെ ആരോഗ്യകരമായ ഒരു വളർച്ചാ നിരക്കാണ്. ഈ വളർച്ചയുടെ ഗുണം സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ? തീർച്ചയായും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ ഒരാളുടെ ശരാശരി വരുമാനം ഇന്ത്യയുടെ ദേശീയ ശരാശരിയേക്കാൾ 1.4 മടങ്ങ് കൂടുതലാണ്. അതായത് ശരാശരി ഇന്ത്യക്കാരനേക്കാൾ കൂടുതൽ വരുമാനം ശരാശരി മലയാളിക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഉയർന്ന GSDPയും അതുപോലെ ഉയർന്ന ആളോഹരി വരുമാനവുമുള്ള ഒരു സംസ്ഥാനമായി കേരളം ഇന്ന് ഇന്ത്യയിൽ വേറിട്ടു നിൽക്കുന്നു. ഈ വ്യത്യസ്തമായ സാമ്പത്തിക മാതൃകയുടെ വിജയം തന്നെയാണിത് കാണിക്കുന്നത്. ഇനി അവസാന ഭാഗത്തേക്ക് കടക്കാം. ഭാവിക്കൊരു മാതൃക. ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ഇനി എന്ത് ചോദ്യമാണ് ബാക്കിയുള്ളത്?
അപ്പോൾ ഈ കേരള മോഡലിനെ നമുക്ക് 4 ലളിതമായ സ്റ്റെപ്പുകളിൽ സംഗ്രഹിക്കാം. 1. മാനവ വികസനത്തിന് മുൻഗണന കൊടുക്കുക. 2. ടൂറിസം, IT പോലെയുള്ള സേവന മേഖലയെ ശക്തമാക്കുക. 3. വിദേശ മലയാളികൾ അയക്കുന്ന പണം ഒരു പ്രധാന വരുമാനമാർഗമാക്കുക. 4. ഇതിന്റെ എല്ലാം ഫലമായി ഉയർന്ന ആളോഹരി വരുമാനം കൈവരിച്ച് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകുക. അപ്പോ നമ്മൾ അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യത്തോടെയാണ്. വ്യവസായങ്ങൾക്ക് പകരം സേവനങ്ങളെയും പ്രവാസികളുടെ പണത്തെയും ആശ്രയിച്ചുള്ള ഈ കേരള മോഡൽ മറ്റുള്ളവർക്ക് പകർത്താൻ കഴിയുന്ന ഒന്നാണോ? അതോ കേരളത്തിന്റെ മാത്രം സവിശേഷമായ സാഹചര്യങ്ങൾ കൊണ്ട് വിജയിച്ചൊരു കഥയാണോ ഇത്? ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ?